ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിലേക്കാണ്. എല്ലാ ഇയർ എൻഡും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ വർഷം പ്ലാൻ ചെയ്തത് ഹൈദരാബാദാണ്. കഴിഞ്ഞ ഇയർ എൻഡ് നമ്മൾ പോയത് ഗോവയ്ക്കായിരുന്നു. സോ ഈ ട്രിപ്പിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു 550 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന്. സോ ഇവിടുന്ന് നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ, ഞാനും സുധിയേട്ടും ആദ്യം. പിന്നെ ഹൈദരാബാദിലേക്ക് നേരിട്ട് കേരളത്തിൽ നിന്ന് എൻ്റെ കുറച്ച് കസിൻസ് വരുന്നുണ്ട്, എൻ്റെ കുറച്ച് റിലേറ്റീവ്സും കസിൻസും എല്ലാവരും വരുന്നുണ്ട്. സോ ഇതൊരു കൊച്ചു ഫാമിലി ട്രിപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എൻ്റെ ബാക്കിൽ ഒരുപാട് മഞ്ഞുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് അറിയാം ഗൈസ്. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ പുറകെ ഒരു വണ്ടിയുണ്ട്, ഒരുപാട് പഴയ വണ്ടിയാണ്, പദ്മിനി പ്രീമിയർ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആന്ധ്ര എത്തി. ഷെയർ ഓട്ടോക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു ആന്ധ്രയിൽ. കുറേ ലേഡീസൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു ഇപ്പം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പം ഞങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആന്ധ്ര എത്തി. ഭയങ്കര വെയിൽ ഗൈസ്. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം, ആന്ധ്രയിലുള്ള നമ്മുടെ കിയ പ്ലാന്റ് ആണിത്. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. സോ ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഉണ്ട് നമ്മുടെ കിയ പ്ലാന്റ്. സോ ഇതാണ് നമ്മുടെ കിയ കാർ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇവിടുന്നാണ് നമ്മുടെ ഈ നിൽക്കുന്ന സുന്ദര കുട്ടനെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ക്യൂട്ട്നാ. അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ബിരിയാണി റൈസും ചിക്കനുമാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഫുഡൊക്കെ നന്നായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ ആന്ധ്ര ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ഫുഡായിരുന്നു. എന്തായാലും കഴിച്ചു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇനി അവസാനത്തിന് എന്താ പറയാനുള്ളത്? ഓക്കെ, ഫുഡ് നല്ല എരിവാണെന്നാണ് പറയണത്, പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ റൂമെത്തി. ഹൈദരാബാദിലാണ്, DM റെസിഡൻസി എന്നാണ് റൂമിൻ്റെ പേര്. തിരക്കിടില്ല, നല്ല റൂമാണ്. പക്ഷെ ഇവിടെ ബാംഗ്ലൂരിൻ്റെ കാക്കാട്ടിലും ക്ലൈമറ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല ചൂടാണ് ഗൈസ്. സോ ഇപ്പം എത്തിയുള്ളൂ, നല്ല ടയർഡാണ്. ഇനി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകുന്നതായിരിക്കും. സോ സീ യു ഗൈസ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ, DM റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല ഹോട്ടലാണ് ഗൈസ്. ഒരു പഴയ ഹോട്ടലാണ്,
പക്ഷേ ഈ ഏരിയയിൽ നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഹൈദരാബാദിലെ ഒരു ഫേമസ് ചായയാണ് ഇറാനി ചായ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചായ കുടിക്കാൻ നമ്മളൊരു കടയിൽ വന്നിരിക്കുകയാണ്. ഈ ഇറാനി ചായയാണ് ഈ സംഭവം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈമാണ് ഈ ചായ ട്രൈ ചെയ്യാൻ പോണത്. സോ സിൻസ് ഇത് ഹൈദരാബാദിലെ ഒരു ഫേമസ് ചായ ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ. അതുമല്ല ഒരു പാലും കൂടി ഉണ്ട്, ബദാം മിൽക്കാണ്. ഇതും ഇവിടുത്തെ ഒരു ഫേമസ് മിൽക്കാണ്. ഇവർ ഒന്നും അറിയില്ല, ഇതാണ് ബാദാം മിൽക്ക്. സോ ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്യാം ഗൈസ്. ഹൈദരാബാദി വാല എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഹൈദരാബാദിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബിരിയാണീസ് കിട്ടുന്ന സ്ഥലമാണ്. സോ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഹൈദരാബാദിലെ ഡേ 1 ആണ്. നമ്മൾ ഇന്നലെ നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് റൂമെത്തിയപ്പോൾ ഒരുപാട് വൈകി. സോ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റപ്പോഴും ഒരുപാട് വൈകി. സോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. ഇനി അടുത്ത ഹോട്ടലിൽ പോകണം. ഞാൻ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് കസിൻസും റിലേറ്റീവ്സും ഒക്കെ ആ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. സോ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൽക്കൊണ്ട ഫോർട്ടാണ്. ഗോൽക്കൊണ്ട ഫോർട്ടും ലുംബിനി ഗാർഡനും പിന്നെ ഹുസൈൻ സാഗർ ലേക്ക്, അങ്ങനെ 3 പ്ലേസസാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു മലയാളി ഗൈഡ് ഉണ്ട്. സോ ആ ഗൈഡ് നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരും. സോ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. സോ ഇവിടെ ഹൈദരാബാദ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തുള്ള ഹോട്ടലാണ്. സോ ഹോട്ടലിൻ്റെ പേര് ബ്ലൂ സീൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. സോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. So guys, ഇത് ഹൈദരാബാദിലൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇത് ഗോയിങ് ടു ഹാവ് ലഞ്ച്. സോ ഇന്ന് ആക്ച്വലി ഒരു ബ്രഞ്ചായി. സോ വീഡിയോയിൽ ഇവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് പുറത്ത് പോവാണ് ഗൈസ്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ഇനി ഫോർട്ട്. സോ ഇവിടെ വന്ന ശേഷമാണ് അറിയണത് ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്.
സീരിയസ്ലി നല്ലൊരു സ്ഥലം. ഇപ്പം ഞങ്ങൾ അകത്തേക്ക് കടന്നിട്ടില്ല. സോ അകത്ത് കയറിയ ശേഷം ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് വൈകി, കാരണം വീണ്ടും നമ്മൾ ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സമയം 4:30 മണിയായി. അത്ര വെയിലില്ല. യൂഷ്വലി ഇവിടെ നല്ല വെയിലാണ്. സോ ഇപ്പം അത്ര വെയിലില്ല, പക്ഷെ കുറച്ച് തിരക്കുണ്ട് ഗൈസ്. സോ അകത്ത് പോയിട്ട് ഈ ഫോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ ഗൈസ്, ഇവിടുന്ന് അറിയാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർട്ട് ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറഞ്ഞ് ഫോർട്ട് കെട്ടിത്തീരാൻ 65 years ആയി എന്നാണ്. സോ മുഴുവനായിട്ട് കെട്ടിത്തീർക്കാൻ 65 വർഷം എടുത്തു. പിന്നെ ഈ ഗോൽക്കൊണ്ട എന്നുള്ള പേര് ഒറിജിനേറ്റ് ആയത് തെലുങ്കിലൊരു വേർഡാണ്. തെലുഗു വേർഡ് ഗൊല്ലക്കൊണ്ട എന്ന് പറഞ്ഞൊരു വേർഡാണ്. ഗൊല്ലക്കൊണ്ട മീൻസ് ഹിൽ ഓഫ് ഷെപ്പേർഡ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സൈന്യത്തിന് സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ 7 അടി ചുറ്റളവിൽ എന്തെങ്കിലും ക്ലാപ്പ് ചെയ്താൽ 500 മീറ്ററിലുള്ള മുകളിൽ ദർബാറാൾ വരെ കേൾക്കും. ഒരു ക്ലാപ്പ് അടിച്ച രാജാവ് വരുന്നുണ്ട്, 2 ക്ലാപ്പ് അടിച്ച ഗസ്റ്റ്, 3 ക്ലാപ്പ് അടിച്ച ശത്രുക്കൾ, ഇങ്ങനെയാണ് കോഡ്. 24 ഡയമണ്ട് കട്ടിങ്ങിന് സൗണ്ട് തരക്കപ്പെട്ടാൽ ടെസ്റ്റ് ചെയ്ത് അടുത്ത നടന്ന് നല്ല ടയർഡാണ് ഗൈസ്. പക്ഷേ നമ്മൾ വരുന്ന എൻട്രൻസിൽ ഒരു പോയിന്റ് കണ്ടു. ക്ലാപ്പിംഗ് പോയിൻ്റാണ്. സോ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർട്ടിൻ്റെ അകത്തേക്ക് വരെ സൗണ്ട് കേൾക്കാവുന്നതാണ് ദ ഹിസ്റ്ററി. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട് ഗൈസ്. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് നടക്കാനുണ്ട്. ആസ് ഐ ടോൾഡ് യു. ഇപ്പം സമയം 5 മണി. സോ നമ്മൾ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കണ്ട് ഫോർട്ടിന് മേലെ കയറിയിട്ടില്ല. മേലെ കയറി താഴെ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് വഴുകും തോന്നുന്നു. വെരി നൈസ് പ്ലേസ് ഗൈസ്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നിങ്ങൾ മുകളിലോട്ട് കയറാൻ പോവാണ്. മുകളിലോട്ട് കയറാൻ ഒരുപാട് കയറാനുണ്ട് ഗൈസ്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഫോർട്ട്. സോ നമ്മൾ കയറാം. അപ്പോൾ ഇതാണ് ആ ദർബാർ. ഇവര് സഭയൊക്കെ കൂടുന്ന സ്ഥലം. ഇവിടെ അടുത്ത് ഇതിനകത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ദർബാറിൻ്റെ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഈ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ഹൈദരാബാദ് സിറ്റി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻറ്റയർ ഹൈദരാബാദ് സിറ്റി കാണാൻ പറ്റും. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദർബാറിൻ്റെ മുകളിലാണ്. സോ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോവാണ് ഗൈസ്. അപ്പോൾ
ദർബാറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നേരെ ഒരു സൺസെറ്റ് വ്യൂ കാണാൻ പോയി. ഹൈടെക് സിറ്റി കാണാനാണ്. സോ ആ വ്യൂ കണ്ടു, അവിടെ ഒരു സൺസെറ്റും കണ്ടു. അടിപൊളി വ്യൂ ആണ്. ഞാൻ ആ വ്യൂവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഹൈടെക് സിറ്റി കാണാൻ പറ്റുന്ന ഭാഗം. മിസ്റ്റ് ഇറങ്ങിയ കൊണ്ട് നമുക്ക് ബിൽഡിങ്ങുകളൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ സൺസെറ്റ് ഉണ്ട്. അടിപൊളി സൺസെറ്റാണ് ഗൈസ്. നല്ല വ്യൂ. കാണാനൊരു ഭംഗി തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇനി നമ്മൾ അടുത്ത പോകുന്ന ലൊക്കേഷനാണ് ലുംബിനി ഗാർഡൻസ്. സോ ലുംബിനി ഗാർഡൻസ് പോയി അത് കഴിഞ്ഞിട്ട് ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അവിടെയും കൂടിയും പോയിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിൽ പോണത്. സോ ഇവിടെ പ്രേയർ നടത്താനാണ് തോന്നുന്നത്. കണ്ടിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ലേസർ ഷോ കാണാൻ വേണ്ടി പോവാണ്. സോ നല്ലൊരു വൈബുള്ള സ്ഥലം. Was in flood. Muhammad Quli Qutub Shah, however, wanted to meet his lady love and could not be denied. Braving all danger, the young prince swam across the turbulent waters. Bhagamati was ecstatic, but the king was appalled. He immediately ordered that a bridge be built across the river Musi. And it is that bridge of love that is today called Purana Pul. The love story between Muslim monarch and Hindu commoner has a wonderful ending. They got married and lived happily ever after.
ഞങ്ങൾ ഭക്ഷണം കഴിച്ച് റൂമെത്തി. നല്ല ടയർഡാണ്. ഇപ്പോൾ സമയം 11:30 മണിയായി. ഇപ്പോൾ ഫുഡ് കഴിച്ചല്ലോ. കൊൽക്കട്ട ഫുഡിൽ ഒരുപാട് നടക്കാനുള്ള കാരണം നടന്ന് താഴെ ഇറങ്ങിയപ്പോൾ നല്ല ടയർഡായി. അതിനുശേഷം നമ്മൾ ലേസർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് വൈകി. റോഡിൽ നല്ല ട്രാഫിക്കുമായിരുന്നു. സോ ഭക്ഷണം കഴിക്കാനും വൈകി. പക്ഷേ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇനി നാളെ രാവിലെ വീണ്ടും 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. സോ 5 മണിക്ക് എണീറ്റ് റെഡിയായി എല്ലാവരും റെഡിയാക്കി പുറപ്പെടുന്നത്. സോ നാളത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമോജി ഫിലിം സിറ്റിയാണ്. സോ രാമോജി ഫിലിം സിറ്റിയിൽ ഫുൾ ഡേ ഇത് തന്നെ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ആ പ്ലേസും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇപ്പോൾ കിടക്കാൻ പോവാണ് ഗൈസ്. നല്ല ടയർഡ്. സോ ഗുഡ് നൈറ്റ്.